എന്താണ് SAP? SAP എന്താണെന്ന് പറയുന്നതിന് മുന്നേ ERP സോഫ്റ്റ്വെയർ എന്താണെന്ന് പറയാം. ERP എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. റിസോഴ്സ് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മാൻ പവർ, ലേബർ, അതിൻ്റെ സപ്ലൈ ഇതെല്ലാമാണ് നമ്മൾ റിസോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. പ്ലാനിംഗ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് പ്ലാനിംഗ്. ഈ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിലെ 60% ഓഫ് എൻ്റർപ്രൈസ് റിസോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതാണ് SAP. ഇനി SAPയിലേക്ക് കടക്കാം. SAP സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. SAP എന്ന് പറയുന്നത് IBMൽ വർക്ക് ചെയ്യുന്ന 5 ഫോമർ എംപ്ലോയീസ് കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് SAP. 1970s അവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു എങ്കിലും അതൊരു ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം 1972 അവർ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായ SAP R1 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിംഗിൾ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ ആയിരുന്നു SAP R1. അതിനുശേഷം 1979 SAP R2 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. SAP R1 പറ്റാത്ത കുറച്ച് ഫീൽഡും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് SAP R2 അവർ ലോഞ്ച് ചെയ്തത്. PP എന്ന് പറയുന്ന മൊഡ്യൂളെല്ലാം SAP R2 കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിനുശേഷം കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷമാണ് SAP R3 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു 3 ടയർ ആർക്കിടെക്ചറിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴെ ഡാറ്റാബേസ് ലെയർ, അതിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ലെയർ, അതിൻ്റെ മുകളിലായിട്ട് പ്രസന്റേഷൻ ലെയർ. ഒരു സെമിനാർ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഡാറ്റാബേസ് ലെയറിൽ നമുക്ക് ആവശ്യമായ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആപ്ലിക്കേഷൻ ലെയറിലേക്ക് വരുമ്പോൾ പ്രസന്റേഷൻ ലെയറും ഡാറ്റാബേസ് ലെയറും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ആപ്ലിക്കേഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലാണ് പ്രസന്റേഷൻ ലെയർ. ഒരു കൺസൾട്ടൻറ്റ് എന്താണോ വർക്ക് ചെയ്യുന്നത് അത് ആപ്ലിക്കേഷൻ ലെയറിലും, ഒരു ബിസിനസ്സിന് എന്താണോ ആവശ്യം അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് പറയുന്നതാണ് പ്രസന്റേഷൻ ലെയർ വഴി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പുതിയ ബിസിനസ് സ്യൂട്ട് 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനെയാണ് SAP S/4HANA എന്ന് പറയുന്നത്. S/4HANA എന്ന് പറയുന്നത് ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് വെച്ചിട്ട് റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് SAP S/4HANA. ബാക്കി സോഫ്റ്റ്വെയർസിനും ബാക്കി അപ്ഡേഷനൊന്നും പറ്റാത്ത ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് SAP S/4HANA ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു SAP 2 മൊഡ്യൂൾസ് ആയിട്ട് തിരിക്കാം. ഫങ്ഷണൽ മൊഡ്യൂൾ, ടെക്നിക്കൽ മൊഡ്യൂൾ. ഈ ഫങ്ഷണൽ മൊഡ്യൂൾ വരുന്ന മെയിൻ ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് FICO, MM, SP, PP, PM, HR അല്ലെങ്കിൽ HRM. എന്താണ് ഫങ്ഷണൽ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് എന്താണോ ആവശ്യം അതാണ് ഫങ്ഷണൽ മൊഡ്യൂൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ എന്താണോ ബിസിനസ്സിന്റെ പുറകെ നടക്കുന്നത്, അഡ്മിൻസ് എന്താണോ ചെയ്യുന്നത്, അതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്താണ്, അതെല്ലാമാണ് ടെക്നിക്കൽ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത്. ബേസിസ്, ABAP, BI ഇതാണ് മെയിൻ ആയിട്ടുള്ള ടെക്നിക്കൽ മൊഡ്യൂൾസ്.